അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കിന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. അപ്പോൾ മെയിൻലി 6 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം, അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം. Deterministic and random signals. Third one, periodic and aperiodic. Periodic and aperiodic signals. Fourth one, even and odd signals. Even and odd signals. Fifth one, energy and power. Energy and power signals. And last one, causal and non-causal. ഇതാണ് 6 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം നോക്കാം. എന്താണ് കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം? കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ഓഫ് ടി എന്നാണ്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ a continuous time signal x of t is defined for all t. Continuous time signal x of t is continuous in time for all t. അല്ലേ, അതൊരു എന്താ പറയുക, കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്ന സിഗ്നൽ ആയിരിക്കും. ഇതിനെ നമ്മൾ വേറൊരു പേരും വിളിക്കും, അനലോഗ് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ തന്നെ വിളിക്കുന്ന പേരാണ് അനലോഗ് സിഗ്നൽ. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി വാരി ചെയ്തുകൊണ്ടിരിക്കും ടൈമിനനുസരിച്ച്. അങ്ങനത്തെ സിഗ്നലാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടി ഒക്കെ പറയാം അല്ലേ. സൈനിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിഗ്നലിനെ നമ്മൾ എക്സ് ഓഫ് ടി എന്നും, അത് വേരി ചെയ്യുന്നത് ടൈമിനനുസരിച്ചാണ് വേരി ചെയ്യുക അല്ലേ. സോ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സൈൻ ഒമേഗ ടിയുടെ ഗ്രാഫ്. സൈൻ ഒമേഗ ടിനെ നമ്മൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് ടി സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷനും ടി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ടൈമാണ് അത് വേരി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൈമാണ് അതിൻ്റെ ഇൻഡെക്സ്. പിന്നെ ഇത്തരം ടൈപ്പ് ഓഫ് സിഗ്നൽസിനാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ഓഫ് സ്മോൾ എൻ എന്നാണ്. ഇതും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ is a signal which have values at discrete time intervals അല്ലേ. അതായത് ടൈമിനെ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. സോ ഓരോ ടൈം ഇൻ്റർവെല്ലിലും അല്ലെങ്കിൽ ഓരോ ഡിസ്ക്രീറ്റ് ടൈമിലും ആ സിഗ്നലിന് ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ സിഗ്നൽസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 0, ഇത് എക്സ് ഓഫ് എൻ, എൻ ആണ് ഇവിടെ ഇൻഡെക്സ് സ്മോൾ എൻ. ഇത് 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ ആ സിഗ്നലിനൊരു വാല്യൂ ഉണ്ട്. പിന്നെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അങ്ങനെ ഓരോ ഡിസ്ക്രീറ്റ് ഇൻ്റർവെൽസിനും ആ സിഗ്നലിന് വാല്യൂ ഉണ്ടാവും. ഇതിപ്പോൾ പോസിറ്റീവ് മാത്രമല്ല, ഇവിടെ നെഗറ്റീവ് -1, -2 അവിടെ ഉണ്ടാവാം. അങ്ങനെ അപ്പം ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്ന് പറയാം. അതായത് ഓരോ ഡിസ്ക്രീറ്റ് ഇൻ്റർവെൽസിനും ഈ സിഗ്നലിന് ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ടൈമും അതുപോലെ തന്നെ വാല്യൂസും ക്വാണ്ടിറ്റിയും ഒക്കെ ഡിസ്ക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് മെയിൻലി ഉള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് ടൈമും ഡിസ്ക്രീറ്റ് ടൈമുമാണ്. ഇതാണ് നമ്മുടെ ബേസിക്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം. deterministic and
റാൻഡം സിഗ്നൽസ്. ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് സിഗ്നൽ വിച്ച് ഈസ് സെഡ് ടു ബി ഡിറ്റർമിനിസ്റ്റിക് ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ ഒരു ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണെങ്കിൽ ആ സിഗ്നലിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ സിഗ്നൽസിനാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്ന് പറയാം. ഇനി റാൻഡം സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം സിഗ്നൽ ഈസ് എ സിഗ്നൽ വിച്ച് ഹാസ് an uncertain value of index അല്ലെങ്കിൽ an uncertain value at each time. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു ഇപ്പം ഇങ്ങനെ ഒരു സിഗ്നലാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ ഇങ്ങനെ പോവാണ് സിഗ്നലിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സിഗ്നൽസിനെയാണ് നമ്മൾ റാൻഡം സിഗ്നൽസ് എന്ന് പറയും. അതിനും വേണ്ടി ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പം ഇങ്ങനെ ഒരു സിഗ്നലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നൊരു സിഗ്നൽ. ഇതിപ്പോൾ കണ്ടിന്യൂസ്ലി മാത്രമല്ല ഡിസ്ക്രീറ്റിലും ആവാട്ടോ. നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലാണ് നമ്മൾ യൂഷ്വലി പറയുക. അങ്ങനെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുക. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ റാൻഡം സിഗ്നൽസ് എന്ന് പറയും. അതായിരുന്നു സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പറഞ്ഞാൽ പീരിയോഡിക് ആൻഡ് അപീരിയോഡിക്. പീരിയോഡിക് സിഗ്നൽസും അപീരിയോഡിക്കും. A continuous time signal x of t is said to be periodic if it satisfies the condition x of t plus capital T equal to x of t. അപ്പോൾ പീരിയോഡിക് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് x of t plus capital T equal to x of t ആയിരിക്കണം, where capital T is the fundamental period. അപ്പോൾ ക്യാപിറ്റൽ ടീനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ പീരീഡ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ പീരിയോഡിക് ആവണമെന്നുണ്ടെങ്കിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി. അതായത് അതിലെ ക്യാപിറ്റൽ ടി ആണ് ഫണ്ടമെൻ്റൽ പീരീഡ്. അതായത് ഈ ഫണ്ടമെൻ്റൽ പീരീഡിന് ശേഷം ആ സിഗ്നൽ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ സിഗ്നൽ സെയിം സിഗ്നലിനെ റിപ്പീറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ സൈനും കോസൊക്കെ പറയില്ലേ, സൈൻ ഒമേഗ ടിയുടെ പ്രത്യേകത എന്താ, ഒരു സൈക്കിൾ കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ഒരു സൈക്കിളാണ്, ഒരു പോസിറ്റീവ് സൈക്കിളും ഒരു നെഗറ്റീവ് സൈക്കിളും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടം തൊട്ടിട്ട് സിഗ്നൽ ആദ്യത്തെ പോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിഗ്നൽസിനെയാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയും. ഇതേ കേസ് നമുക്ക് എവിടെയുണ്ട്, ഡിസ്ക്രീറ്റിലുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് സെഡ് ടു ബി പീരിയോഡിക് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് എൻ പ്ലസ് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഇതിലെ ക്യാപിറ്റൽ എൻ ആണ് ഇവിടുത്തെ പീരീഡ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അത് പീരിയോഡിക് ആവുള്ള കണ്ടീഷൻ എക്സ് ഓഫ് ക്യാപിറ്റൽ എൻ പ്ലസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആവണം. അങ്ങനെയാണെങ്കിലാണ് അതിനെ പീരിയോഡിക് എന്ന് പറയാം. അതിൽ ക്യാപിറ്റൽ എൻ ആണ് പീരീഡ്. അതായത് സപ്പോസ് ഒരു സിഗ്നൽ ഇവിടെ ഉണ്ട്, 1 2 3 4 5 6 ഇപ്പം ഇങ്ങനെ പോകുന്നൊരു സിഗ്നലാണെന്ന് വിചാരിക്കാം, എക്സ് ഓഫ് എൻ. കണ്ടോ, 0 1 2 3 വരെ കഴിഞ്ഞു. ഇനി ഫോർത്തിൽ ഈ സീറോൻ്റെ അതേ വാല്യൂ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ 0 1 2 3 ഇപ്പോൾ 4 ഇൻ്റർവെൽസിലുള്ള വാല്യൂ 4 5 6 7 പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളപ്പോൾ എന്ത് പറയും, പീരിയോഡിക് ആണെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ പീരീഡ് തന്നെ എത്രയായിരിക്കും, 4 ആണ്. കാരണം 0 1 2 3 വരെ ഉള്ള വാല്യൂസ് തന്നെയാണ് 4 തൊട്ടിട്ട് കണ്ടോ, 4ത്തെ വാല്യൂ 0ത്തെ വാല്യൂ സെയിം ആണ്, 1ത്തെ വാല്യൂ 5ത്തെ വാല്യൂ സെയിം, അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പം 4 ഇൻ്റർവെലിന് ശേഷമാണ് 0 1 2 3ക്ക് ശേഷമാണ് പിന്നെ ഈ റിപ്പീറ്റേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പീരീഡ് എത്രയായിരിക്കും, 4 ആണ് അതിൻ്റെ പീരീഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതാണ് പീരിയോഡിക് സിഗ്നൽ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത സിഗ്നൽസ് ആണെങ്കിൽ നമ്മളതിനെ എപ്പീരിയോഡിക് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ എപ്പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ടൈം ആയിട്ടുള്ള പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ഈസ് നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് കിട്ടും. ഇനി ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ പീരീഡ് ക്യാപിറ്റൽ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2π/ω0 എന്നാണ്. അതായത് നമ്മൾ എക്സ് ഓഫ് ടീനെ
റെപ്രസെൻ്റ് ചെയ്യുന്നത് സപ്പോസ് എ സൈൻ അല്ലെങ്കിൽ കോസ് ആവാം, എ സൈൻ ഒമേഗ നോട്ട് ടി അല്ലെങ്കിൽ എ കോസ് ഒമേഗ നോട്ട് ടി എന്നാവും. അപ്പോൾ അതാണ് ആ പീരീഡ് ω0 എന്നുള്ള ഒരു പീരീഡ്. സോ നമുക്ക് ആ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇനി ഈ ഒമേഗ ഓം പോലത്തെ ഒമേഗ നമ്മൾ യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനാണ് അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽസിനാണ്. ഇനി ഡബ്ല്യു പോലത്തെ ഒരു ഒമേഗ ഉണ്ട്, അതിനെ നമ്മൾ ഡിജിറ്റൽ ഒമേഗ ആയിട്ടാണ് പറയുക, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസിലാണ് നമ്മൾ ഈ ഒമേഗ യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ആ ചേഞ്ച്. ഇപ്പോൾ ഓം പോലത്തെ ഒമേഗ ആണെങ്കിൽ കണ്ടിന്യൂസും, ഡബ്ല്യു പോലത്തെ ഒമേഗ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രീറ്റും ആയിരിക്കും. ഇതാണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നേരെ മറിച്ച് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ പീരീഡ് ക്യാപിറ്റൽ N ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ടു പൈ എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനാണ്. 2πm/ω0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ടു പൈ m/ω0 എന്നാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഇതിൽ m എന്ന് പറഞ്ഞൊരു ഇൻറ്റീജറാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഇൻറ്റീജർ ഏത് കൊടുക്കുമ്പോഴാണോ ഇത് നമുക്കൊരു കറക്റ്റ് ഇൻറ്റീജറായിട്ട് കിട്ടുന്നത്, n ഒരു പീരീഡ് കറക്റ്റ് ഒരു ഇൻറ്റീജർ ഫോമിൽ കിട്ടുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ ഇൻറ്റീജർ വാല്യൂവിനാണ് m എന്ന് പറയാം. സോ ഇതാണ് ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസിന് നെക്സ്റ്റ് നോക്കാം. തിയറി കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇതായിരുന്നു തേർഡ്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് fourth one, even and odd signal. Even and odd. A continuous time signal x of t is said to be an even signal if it satisfies the condition x of minus t equal to x of t for all t. For all എന്നുള്ളതാണ് ഈ a റിവേഴ്സ് ആയിട്ടിട്ടുള്ള സിമ്പിൾ. അപ്പോൾ a continuous time signal x of t is said to be even signal when it satisfies the condition x of minus t equal to x of t. ഇതാണ് ഈവൻ. ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാവും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനുണ്ടാവും. അതായത് എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഫോർ ഓൾ എൻ. ഈ കണ്ടീഷൻ എപ്പോഴാണ് ഒരു സിഗ്നൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ഈവൻ സിഗ്നൽ എന്ന് പറയും. ഈ ഈവൻ സിഗ്നലിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സിമ്മെട്രിക്. ഈവൻ ഓർ സിമ്മെട്രിക്. അപ്പോൾ ആദ്യത്തത് പീരിയോഡ് കണ്ടിന്യൂസ് ടൈമും രണ്ടാമത്തത് ഡിസ്ക്രീറ്റും. ഇനി നേരെ മറിച്ച് ഓഡ് സിഗ്നൽ ആണെങ്കിൽ എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഈസ് സെറ്റ് ടു ബി ഓഡ് സിഗ്നൽ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി ഫോർ ഓൾ ടി. ഇനി എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് സെറ്റ് ടു ബി ഓൺ ഓഡ് സിഗ്നൽ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് മൈനസ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് എൻ ഫോർ ഓൾ എൻ. അപ്പം അങ്ങനത്തെ സിഗ്നലിനെയാണ് നമ്മൾ ഓഡ് സിഗ്നൽ എന്ന് പറയാം. അതിനെ വിളിക്കുന്ന വേറെ പേരാണ് അസിമെട്രിക്. സിമെട്രിക് ഓർ അസിമെട്രിക് സിഗ്നൽ. ഇതാണ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് ആവാനുള്ള കണ്ടീഷൻ. അത് ആദ്യത്തത് എപ്പോഴും ടൈം ഡൊമൈനിൽ ടി എന്നുള്ളതിലുള്ളതൊക്കെ കണ്ടിന്യൂസും എന്നിൽ കാണിച്ചിട്ടുള്ളതൊക്കെ ഡിസ്ക്രീറ്റും ആയിരിക്കും. ഇനി ഏതൊരു സിഗ്നലിന് എനി സിഗ്നൽ എക്സ് ഓഫ് ടി ഓർ എക്സ് ഓഫ് എൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് ഇറ്റ്സ് ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ്. അതായത് ഏതൊരു സിഗ്നൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടീനെ നമുക്കതിൻ്റെ ഓഡ് ആൻഡ് ഈവൻ കമ്പോണൻസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓടാണെങ്കിൽ എന്ത് വരും, എക്സ് ഓഫ് മൈനസ് ടി എന്നും വരും, അടുത്തത് എക്സ് ഓഫ് ടി എന്നും വരും. അതേപോലെ നമുക്ക് എക്സ് ഓഫ് എന്നിനും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് ഈവൻ ഓഫ് ടി പ്ലസ് എക്സ് ഓഡ് ഓഫ് ടി. അതുപോലെ തന്നെ ഇവിടെയും എക്സ് ഈവൻ ഓഫ് എൻ പ്ലസ് എക്സ് ഓഡ് ഓഫ് എൻ. അപ്പോൾ ഏതൊരു സിഗ്നലിനെയും അതിൻ്റെ ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസിൻ്റെ സമ്മായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത് ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും. അതാണ് ഒരു കണ്ടീഷൻ. ഇനി ഇതിലെ ഈവൻ കമ്പോണൻറ്റും ഓഡ് കമ്പോണൻറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈവൻ കമ്പോണൻ്റ് ആണെങ്കിൽ അതായത് എക്സ് ഈവൻ ഓഫ് ടി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. അതേപോലെ തന്നെ എക്സ് ഈവൻ ഓഫ് എൻ ആണെങ്കിൽ എന്ത് വരും, ടി ഉള്ളിടത്തൊക്കെ എൻ ആക്കിയാൽ മതി. എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ ഓൾ ബൈ 2. ഇതാണ് ഈവൻ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതേപോലെ ഓഡ് ഉണ്ട്. ഓഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി സെൻറ്ററിൽ മൈനസ് ആക്കിയാൽ മതി, മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ബൈ 2. ഇതേപോലെ ഡിസ്ക്രീറ്റിൻ്റെ ഉണ്ട്. എക്സ് ഓഡ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ
minus x of minus n all by 2. ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെയും കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൻ്റെയും രണ്ടിൻ്റെയും ഈവൻ ആൻഡ് ഓഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഇപ്പോൾ ഈവൻ ആകുമ്പോൾ സെൻറ്ററിൽ പ്ലസ് ആയിരിക്കും, ഓഡ് കമ്പോണൻ്റ് ആകുമ്പോൾ സെൻറ്ററിൽ മൈനസ് ആയിരിക്കും. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്. ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, എനർജി ആൻഡ് പവർ സിഗ്നൽ. എനർജി ആൻഡ് പവർ സിഗ്നൽ. അപ്പോൾ ആദ്യം നമുക്ക് എനർജി സിഗ്നൽ നോക്കാം. A continuous time signal is x of t is said to be an energy signal if it satisfies the condition 0 less than എനർജിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ E less than infinity and P equal to 0. അപ്പോൾ എനർജി സിഗ്നൽ ആവണമെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി ആവണമെന്നുണ്ടെങ്കിൽ 0 less than E less than infinity ആയിരിക്കണം, പവർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി പവർ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് 0 ലെസ് ദാൻ പവർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം കണ്ടിന്യൂസ് ടൈം സിഗ്നലിനും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനും. ആൻഡ് എനർജി ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ പവർ 0ക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കായിരിക്കണം, എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കണം. അങ്ങനത്തെ സിഗ്നൽസിനെയാണ് നമ്മൾ പവർ സിഗ്നൽസ് എന്ന് പറയുക. അതിൻ്റെ ഫോർ എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ for a continuous time signal, capital E, energy കാണാനുള്ള equation capital E equal to limit t tends to infinity integral minus t2 plus t mod x of t all square dt. Limit t tends to infinity integral minus t2 plus t mod x of t dt. Mod x of t all square dt. അതേപോലെ പവറിൻ്റെ ഇക്വേഷൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് t2 പ്ലസ് ടി മോഡ് എക്സ് ഓഫ് ടി ഓൾ സ്ക്വയർ ഡി ടി. ഇതാണ് എനർജി ആൻഡ് പവർ കാണാൻ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ എനർജി ആൻഡ് പവർ കാണാനുള്ള ഇക്വേഷൻസ്. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസ് നോക്കാം. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ എനർജി ഇ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ ഓൾ സ്ക്വയർ. മോഡ് എക്സ് ഓഫ് എൻ ആണ് സിഗ്നൽ, എക്സ് ഓഫ് എന്നിൻ്റെ സ്ക്വയർ. ഇനി പവർ കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിൽ പവർ പി ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n plus 1 summation n equal to minus capital N തൊട്ട് plus capital N mod x of n all square. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ N ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n plus 1 2 into capital N plus 1 സിഗ്മ സ്മോൾ n equal to minus capital N to plus capital N mod x of n all square. ഇതാണ് എനർജി ആൻഡ് പവർ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ എനർജി ആൻഡ് പവർ കാണാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് വേണം നമുക്ക് എനർജി ആൻഡ് പവർ കണ്ടുപിടിക്കാൻ. എന്നിട്ട് ലാസ്റ്റ് എനർജിയുടെയും പവറിൻ്റെയും കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം അതിൻ്റെ ഒരു എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു 5ാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി ലാസ്റ്റ് വൺ, അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസൽ ആൻഡ് നോൺ കോസൽ. കോസൽ ആൻഡ് നോൺ കോസൽ. അപ്പോൾ എ സിഗ്നൽ ഈസ് സെഡ് ടു ബി എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് സെഡ് ടു ബി കോസൽ ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പോൾ ടി ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷനിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ നമ്മൾ കോസൽ സിഗ്നൽ എന്ന് പറയും. അതേപോലെ തന്നെയാണ് discrete time signal. Discrete time signal is said to, a discrete time signal x of n is said to be causal if it satisfies the condition x of n equal to 0 for all n less than 0. Ini all other signals are said to be non-causal. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അത് കോസൽ, അല്ലെങ്കിൽ ഒക്കെ നോൺ കോസൽ.
ഇനി ആൻറ്റി കോസൽ എന്ന് പറഞ്ഞിട്ടൊരു കേസും കൂടിയുണ്ട്. ആൻറ്റി കോസൽ സിഗ്നൽസ്. ആൻറ്റി കോസൽ സിഗ്നൽ ആവണമെന്നുണ്ടെങ്കിൽ എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി സെറ്റ് ടു ബി ആൻറ്റി കോസൽ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 വെൻ ടി ഗ്രേറ്റർ ദാൻ 0. ഇതേപോലെ തന്നെ എന്തിലുണ്ട്, ഡിസ്ക്രീറ്റ് ടൈമിലുണ്ട്. എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് സെറ്റ് ടു ബി ആൻറ്റി കോസൽ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ഗ്രേറ്റർ ദാൻ 0. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നലും രണ്ടാമത്തെ കേസിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലും എന്താവും, ആൻറ്റി കോസലാവും. മുകളിൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻസിൽ ആ സിഗ്നൽസ് കോസലാവും. അത് ആദ്യത്തെ ആണെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് കറസ്പോണ്ടിങ് ആണ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ അത് കോസലാവാനുള്ള കണ്ടീഷൻ. ഈ കോസൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത എല്ലാ സിഗ്നലിനും നമ്മൾ നോൺ കോസൽ എന്ന് തന്നെയാണ് പറയുക. അതായത് ആൻറ്റി കോസൽ സിഗ്നൽസും എന്ത് തന്നെയാണ്, നോൺ കോസലാണ്. ഇതാണ് നമ്മുടെ 6 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടൈപ്സ് ഓഫ് സിഗ്നൽസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ഇതിൽ പെടും എന്നുള്ളത്, അതായത് എന്തൊക്കെ ടൈപ്സ് ആണ്, എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതൊരു പ്രോബ്ലംസ് എന്ന് പറയാം, പക്ഷേ ഈ തിയറി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. സോ ഈ തിയറീസ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നന്നായി അറിയണം. ഒരു സിഗ്നൽ എങ്ങനെയാണ് പീരിയോഡിക് ആവുന്നത്, എങ്ങനെയാണ് കണ്ടിന്യൂസ് ആവുന്നത്, ആ കണ്ടീഷൻസ് ഒക്കെ നന്നായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ കണ്ടീഷൻസ് നന്നായി ഓർത്ത് വെക്കണം, പഠിക്കണം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം.